സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് തേക്കിൻകാട് മൈതാനത്തെ വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് നാളെ കൊടിയിറക്കം. തൃശൂരിനെ ഉത്സവ ലഹരിയിലാഴ്ത്തിയിട്ടുണ്ട് മേള. എന്റെ കേരളം വിപണന പ്രദർശന മേളയെ ഒരു നാടാകെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ കണ്ടത്. ആയിരക്കണക്കിന് ആളുകൾ മേളയുടെ ഭാഗമാകുന്നു. അക്ഷരാർത്ഥത്തിൽ ജനം ഒഴുകിയെത്തി. അറിവും വിനോദവും സംഗമിക്കുന്ന ഭൂമിയായി മേള മാറി. ഇനി മേള അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വലിയ തിരക്കാണ് തൃശ്ശൂരിൽ അനുഭവപ്പെടുന്നത്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന വേദി, അറിവും വിനോദവും ആരവവും ഇഴചേർന്ന മേളയിൽ ആയിരങ്ങൾ ഒഴുകിയെത്തി. 9 വർഷത്തെ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്കായി എല്ലാം സൂപ്പറാണ്. കാരണം നമുക്ക് എല്ലാ അറിവുകളും, സാധാരണക്കാർക്ക് പല അറിവുകളും ഇപ്പൊ ഗവൺമെന്റ് സൈഡിൽ നിന്നുണ്ടായ പുരോഗതികൾ അറിയാത്ത കുറെ പേരുണ്ട്. പക്ഷെ ഇവിടെ ഒന്ന് കാണുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 189 സ്റ്റാളുകൾ, സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ, ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിചയപ്പെടുത്തൽ, കരിയർ ഗൈഡൻസ്, സ്റ്റാർട്ടപ്പ് മിഷൻ, കാർഷിക പ്രദർശന വിപണനമേള, സാംസ്കാരിക കലാപരിപാടികൾ, സെമിനാറുകൾ. അക്ഷരാർത്ഥത്തിൽ ഉത്സവ ലഹരിയിലായിരുന്നു തൃശ്ശൂർ. ഇതിൻ്റെ അടുത്ത് ഞാൻ താമസിക്കുന്ന ഒരാളാണ്. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ. പക്ഷെ ഇങ്ങനൊരു മേള ഞാൻ ഈ ഫുൾ ടൈം സ്റ്റുഡിയോയിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല. പക്ഷേ ഇതെന്തോ ഭാഗ്യം, എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെയുണ്ട് ക്ഷണിച്ച് ഞാൻ ഇത് കണ്ടപ്പോഴാണ്. ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായേനെ. നമ്മുടെ കേരളം എന്തുമാത്രം പുരോഗതിയിലേക്കാണ് അല്ലേ കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ടെക്നോളജീസ് എല്ലാം ഒന്നും പറയാനില്ല. ഇറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. സായാഹ്നങ്ങൾ ചിലവിടാനെത്തിയവർക്ക് മൃഗസംരക്ഷണ വകുപ്പ് ഒരുക്കിയത് ഒരു കൗതുക ലോകം തന്നെയാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റോളാണ് ഇവിടെ എത്തുന്നവരെ സംബന്ധിച്ച് ഒരു നവ്യാനുഭവം തന്നെയാണ് ഈ സ്റ്റോൾ സമ്മാനിച്ചത്. ലൈവ് സ്പെസിമെൻസ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. വിവിധ തരത്തിലുള്ള എല്ലാ ദിവസവും വൈകുന്നേരം പലവിധ ഷോകളും ഇവിടെ നമ്മൾ നടത്തുന്നുണ്ട്. നമ്മുടെ മേഖലയിലുള്ള ലൈവ് സ്പെസിമെൻസ് ആയിട്ടുള്ള എക്സോട്ടിക് പെറ്റ്സും മറ്റു കാര്യങ്ങളും, പൂച്ച, അങ്ങനെ എല്ലാ തരം മേഖലയിലുള്ള ലൈവ് സ്പെസിമെൻസിനെ കൂടെ നമ്മൾ ഇപ്രാവശ്യത്തെ സ്റ്റോളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇത്തവണത്തെ സ്റ്റോളുകളുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സ്റ്റോളിലെ പ്രത്യേകത. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകൾക്കാണ് മേള സ്വയം പ്രതിരോധത്തിന്റെ അധ്യായം പകർന്നു നൽകിയത്. പോലീസിനെ അടുത്തറിയാൻ സാധിച്ചതിന്റെ സന്തോഷവും മേളയിലെത്തിയവർക്ക് ചെറുതായിരുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പരീക്ഷിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചൊക്കെ വലിയ ചർച്ച നടക്കുന്ന സമയമാണ്. എൻ്റെ കേരളം പ്രദർശന മേളയിൽ പോലീസിൻ്റെ ആയുധങ്ങളാണ് ഈ ഉള്ളത്. അതിൻ്റെ പ്രത്യേക, അതായത് സാധാ ഗൺ തുടങ്ങി പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട്. ഇതൊന്ന് വിശദീകരിക്കാവോ, എന്തൊക്കെയാണ് പ്രദർശനത്തിനുള്ളത്? നിലവിൽ പോലീസ് ഉപയോഗിച്ച് വരുന്ന വിവിധതരം വെപ്പണുകളാണിത്. ഇതെന്ന് പറയുന്നത് പിസ്റ്റൾ ഓട്ടോ 9mm1. ഇത് AK-47 ഫാമിലിയിൽ വരുന്ന ഒരു വെപ്പണാണ്. AR-M5 എന്ന് പറയും. ഇത് ഓട്ടോമാറ്റിക്കായി ഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു വെപ്പണുകളാണ് ഇതെല്ലാം. അതുപോലെ AK-47 അതിൻ്റെ പാറ്റൻ്റ് ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള മറ്റൊരു വെപ്പണാണ് TAR എന്ന് പറയും. ട്രിച്ചി അസാൾട്ട് റൈഫിൾ എന്ന് പറയും. ഇത് രണ്ടും ഒരേ കാലിബർ വെപ്പണുകളാണ്. അതുപോലെ ഇന്ത്യൻ സ്മോൾ ആം സിസ്റ്റം ഇൻസാസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ SLR സെൽഫ് ലോഡിംഗ് റൈഫിൾ. ഇത് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെപ്പണാണ്. റൈഫിൾ നമ്പർ 1 മാർക്ക് 3.303 ഇഞ്ച് SMLE. ഡ്യൂട്ടിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെപ്പണാണ്. സാധാരണ സ്റ്റേഷനുകൾ നിലവിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മേള കണ്ടിറങ്ങുന്നവർക്ക് പറഞ്ഞാൽ തീരാത്ത സന്തോഷം. വളരെ ഇഷ്ടപ്പെട്ടു. കുറെ കാര്യം അറിയാൻ പറ്റി. നമ്മളിപ്പം ഇവിടെ തന്നെ എത്ര നന്നായിട്ടാ പറഞ്ഞിരുന്നവര്. നല്ല അഭിപ്രായം, നന്നായി മനസ്സിലാക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും. നാളെ വൈകിട്ടോടെ മേളയ്ക്ക് തൃശൂർ സമാപനം ചൊല്ലും. റവന്യൂ മന്ത്രി K. രാജൻ അധ്യക്ഷത വഹിക്കുന്ന ആവേശകരമായ സമാപന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും സമാപന സമ്മേളനത്തിൽ
പങ്കാളികളാകും. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിനൊപ്പം അറിവും കൗതുകവും സമ്മാനിച്ചാണ് തൃശ്ശൂരിലെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് കൊടിയിറങ്ങുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി 24.